നിങ്ങൾ ആ ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങുമോ? 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 പറയൂ. നിങ്ങൾക്ക് കറി വെക്കാൻ അറിയോ? മീൻകറി അതും അറിയില്ല. ചാളക്കറി അല്ല ചോറ് വെക്കാനെങ്കിലും അറിയോ? നിങ്ങൾക്ക് ട്രെയിൻ ഓടിക്കാനുള്ള ചാൻസ് കിട്ടിയാൽ നിങ്ങൾ അതിലൊക്കെ ഓടിക്കും. മാനത്തൂടെ പറയൂ. ഈ ട്രെയിൻ ഓടിക്കാൻ നിങ്ങൾക്ക് ചാൻസ് കിട്ടിയാൽ നിങ്ങൾ ഇതിലൊക്കെ ഓടിച്ച് കളിക്കും. ഫ്ലൈറ്റ് ഓടിക്കാനുള്ള ചാൻസ് കിട്ടിയാൽ ഇതിലൊക്കെ ഓടിക്കും. യെസ്, ഞാൻ യു എസിലേക്ക്. ഒരു സൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഞാനും ഇന്റർസെപ്റ്ററിന്റെ മുകളിലാ. ഓക്കെ ഗൈസ്, എന്റെ ഡ്രീം ബൈക്കാ ഗൈസ്. എന്റെ ഡ്രീം വെച്ച ഡ്രീം പൊട്ടണ സാധനം കണ്ടോ? വൃത്തി, പക്ക വൃത്തി സാധനം. മൊത്തത്തിൽ പ്രാങ്ക് ആക്കുക എന്ന് പറഞ്ഞാൽ ഇതേമാതിരി ഒരു പ്രാങ്കർ നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനത്തെ രീതിയിൽ ഇങ്ങോട്ട് കറക്കിക്കളാം നമുക്ക്. ഓക്കെ, ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ പ്രാങ്ക് വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ കളികളാണ് കളിക്കാൻ പോണത്. അപ്പോൾ ട്രെയിൻ ഓടിക്കാൻ അറിയോ, പിന്നെ നമുക്ക് കുറച്ച് യാത്രേനെ കുറിച്ച്, പിന്നെ ചെറിയൊരു ക്വസ്റ്റ്യനും ഒക്കെ പാടായിരിക്കും കേട്ടോ. ഹായ് ഗൈസ്, ചെറിയൊരു സ്പോൺസർ ചെയ്യുന്നുണ്ട് ഒരു ഇക്കിളി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു പേരാണ്, ഇക്കിളി എന്നാണ്. ഓക്കെ, അപ്പോൾ യാത്ര ഉണ്ട്, പിന്നെ ഈ ട്രെയിനിൽ കയറിയാണ് ഞങ്ങൾ. ഓക്കെയാണ്. അപ്പോൾ ഈ ട്രെയിനിൽ നിങ്ങൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഇരിക്കാൻ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം എവിടെയാണെന്ന് പറയാൻ പറ്റും? ട്രെയിനിലോ? യെസ്, പറയൂ. സീറ്റിൽ തന്നെ. ആ, സീറ്റിൽ കുറേ സീറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ സീറ്റിൻ്റെ ഏത് സീറ്റിലാണ് നിങ്ങൾ ഇരിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഈ ട്രെയിൻ ഓടിക്കാനുള്ള ചാൻസ് കിട്ടിയാൽ നിങ്ങൾ ഇതിലൊക്കെ ഓടിക്കും? ഭാവിയിൽ അഥവാ ചാൻസ് കിട്ടിയാലോ എങ്ങോട്ടെങ്കിലും ഓടിക്കാൻ പ്ലാൻ ഉണ്ട്? ട്രെയിനൊക്കെ കിട്ടിയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അടിക്കാൻ കിട്ടിയാലോ? ട്രെയിനൊക്കെ ഓടിച്ചോന്ന് പറഞ്ഞാലോ ഒരാള്? കാശ്മീർ വരെ ഓടിക്കും. ഓക്കെ, അങ്ങോട്ട് ഓടിക്കാനല്ലേ? ശരിക്കും ഓടിക്കാൻ അറിയോ? അറിയില്ലല്ലേ? ആണല്ലേ? എന്നാ ഒക്കെ പോട്ടെ, ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ, ഓരോരുത്തരോട് ഓരോരോ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്നാ ചോദിക്കാൻ വേണ്ടി പോവാം. 777 + 333 എത്ര? 777 + 333 1000. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റൂല, നിങ്ങൾ പറയും. അറിയൂല? ഓക്കെ, 10,000 പറയൂ. യെസ്, ഒരു ചാൻസ് പാടെ തരാം. 10,000 വേണ്ട. ഓക്കെ, നിങ്ങൾ പറയൂ. 1000. ഓക്കെ, എവിടെ പഠിച്ചേ? 1700 സംതിങ്. ഓക്കെ, എവിടെ പഠിച്ചത്? ഓക്കെ, നിങ്ങളോ? 10,000 ഉറപ്പിക്കാം. ഓക്കെ, നിങ്ങളോ? എവിടെ പഠിച്ചേ? ബാംഗ്ലൂർ. ഓക്കെ, അതിനോടായിരിക്കില്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ പ്രാങ്കും ഫസ്റ്റ് ഞാൻ ചെയ്തത് പ്രാങ്കാണ് കേട്ടോ. പിന്നെ നമ്മൾ സീരിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു, പക്ഷെ അതും കിട്ടിയില്ല. തെറ്റാണല്ലേ? അതെ, കൂട്ടിയില്ലേ? നോക്കട്ടെ എങ്ങനെയുണ്ട് കാൽക്കുലേറ്റ്. അതാണല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ ഇവർ കാൽക്കുലേറ്റ് ചെയ്ത്. ഓക്കെ, അല്ല അത് തെറ്റിയില്ല, അത് റെഡിയാ. ഓക്കെ, അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എന്തൊക്കെ പരിപാടിക്കും ഈ ഷർട്ടിലൊക്കെ നല്ലൊരു സ്മെല്ലുള്ള അത്ര നിങ്ങൾക്ക് വേണോ? പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടിയത് അതൊക്കെ, നിങ്ങൾക്ക് ഏത് മോഡൽ അത്ര വേണ്ടിയത് അത് ഇവിടുന്ന് ചെയ്തു തരും. എന്ത് ലക്ഷറി അത്ര ആണെങ്കിലും നിങ്ങൾ അതിൻ്റെ പേര് മാത്രം കൊണ്ടുവന്നാൽ മതി, ബാക്കി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ പുതിയ സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങിയ പാടെ തന്നെ നമ്മളെ മർക്കസ് കോംപ്ലക്സ് ആണ് ഈ കാണുന്നത് മൊത്തം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഷോപ്പാണ്. ഇതാണ് നമ്മൾ അത്തറിൻ്റെ ഷോപ്പ്, അർഫ എന്നാണ് പേര്. അപ്പോൾ മർക്കസ് കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. ഇതാണ് ഇവരെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരുവിധം ഇത് മൊത്തം ഇവിടുത്തെ പെർഫ്യൂംസാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ അവിടെ മേക്ക് ചെയ്ത് ഇവിടുന്ന് നിങ്ങൾക്ക് ഏതാ സ്പ്രേ വെച്ചാൽ വരുന്ന ചെയ്തു തരും അല്ലേ? ആണല്ലേ? ഓക്കെ, എല്ലാ ആക്ടേഴ്സും ബോളിവുഡ് എല്ലാവരും നമുക്ക് ചെയ്യാൻ പറ്റും. അവർ യൂസ് ചെയ്യുന്ന. ഓക്കെ ഗൈസ്, ഈ ദുൽഖർ പിന്നെ ഒരുപാട് ഫിലിം സ്റ്റാർ ഒക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ആ സ്പ്രേൻ്റെ പേര് മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ എത്തിയിട്ട് ബാക്കി ഇവിടുന്ന് തന്നെ ഒരു ഫുള്ളായിട്ട് ഇവിടെ മേക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട സ്പ്രേ ഇവിടുന്ന് ചെയ്തു തരും. ഏത് ലക്ഷറി സ്പ്രേ ആയിക്കോട്ടെ ഇവിടുന്ന് നിങ്ങൾക്ക് മേക്ക് ചെയ്തിട്ട് സാധനം ഇവിടുന്ന് റെഡി ആക്കി തരും. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ലക്ഷറി സ്പ്രേകളാണ്, ഫുൾ അഫോർഡബിൾ റേറ്റ് ആണ്. ഇതൊക്കെ ഇവിടുത്തെ കാര്യങ്ങളാണ്.
അപ്പോൾ ഇതിവിടെ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആണ്. ഇത് മേക്കിംഗ് ആണ്. അപ്പോൾ ഇതേമാതിരി നിങ്ങൾക്ക് വേണ്ടി സ്പ്രേ ഇവിടുന്ന് കറക്റ്റായിട്ട് ഇവർ ചെയ്തു തരും. അതെ, ഏത് ബ്രാൻഡ് പറഞ്ഞാലും നമുക്ക് അപ്പം അപ്പോൾ 5 മിനിറ്റ്സിനുള്ളിൽ മിനിറ്റ്സിനുള്ളിൽ ചെയ്തു കൊടുക്കും. അതെ, ഓക്കെയാണ്. ഓക്കെ. ഗൈസ് അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പേര് മാത്രം അറിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ മതി. ബാക്കി ഇവിടുന്ന് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പെട്ടെന്ന് 5 മിനിറ്റിനുള്ളിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇവിടുന്ന് മടങ്ങി പോകുന്നതാണ്. അപ്പോൾ ഇതാണ് മേക്കിങ്ങിന്റെ സെറ്റപ്പ് അല്ലേ? ഓക്കെ. ഇത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്? ഇതിന്റെ മെഷീൻ, ഇത് നമ്മൾ മെയിൻ ആയിട്ട് എസെൻഷ്യൽ ഓയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഇത് നമ്മൾ തന്നെ ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ്. പുറത്തുനിന്ന് കൊണ്ടുവരുന്നല്ല, നമ്മൾ തന്നെ ആയിട്ട് ഓരോ കമ്പനീസിന് എസെൻഷ്യൽ ഓയിൽ വെച്ച് മേക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ പെർഫെക്റ്റ് ആ ഒരു സെയിം ഇത് കിട്ടും, എക്സാക്ട്ലി സെയിം കിട്ടും. ഓക്കെ. ഒരു ലക്ഷത്തിനുള്ള പെർഫ്യൂം നമുക്ക് ഒരു 1000 റുപ്പീസോ 800 റുപ്പീസിനോ ചെയ്ത് കൊടുക്കും. അതെ, ക്വാണ്ടിറ്റി അനുസരിച്ചായിരിക്കും പ്രൈസ് വരിക. ഓക്കെ. അപ്പോൾ എങ്ങനെ ഇതിന്റെ കാര്യങ്ങൾ വരുന്നതെന്ന് കാണിച്ചു തരും? ഇത് മേക്ക് ചെയ്ത് ഞാൻ ഒരു പെർഫ്യൂം മേക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. നമ്മളെ ടൊവിനോന്റെ ഒരു പെർഫ്യൂം ഞാൻ ചെയ്തത്. ഓക്കെ. ഇപ്പോൾ ഒരു അത്ര ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഫുള്ള് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഉള്ളിലൊക്കെ. ടൊവിനോ യൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആണല്ലേ ഗൈസ്? ഇപ്പോൾ ടൊവിനോ സാറ് യൂസ് ചെയ്ത പെർഫ്യൂമിൻ്റെ ജസ്റ്റ് ഒരു കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിങ്ങനെ കുറേ മുന്നേ പരിചയമായതാണോ? ഇത് നമ്മൾ അത്യാവശ്യം ചെയ്യുന്നതാണ്. എൻ്റെ ഫാദറിന്റെ ഷോപ്പാണ്. ആണല്ലേ? എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ അവര് നമ്മളെ സ്ഥിരം കസ്റ്റമേഴ്സും ആണ്. അപ്പൊ അവര് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് തന്നെ ചോദിക്കും അവരൊക്കെ യൂസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ടാണ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് തന്നെ ഓരോരുത്തരുടെ ബോഡി ടെമ്പറേച്ചർ അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചിലവർക്ക് ഈ പെർഫ്യൂം തന്നെ ലാസ്റ്റിംഗ് ഇല്ലാന്ന് പറയും. അപ്പൊ അവർക്ക് തന്നെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് അവർക്ക് തന്നെ ചെയ്യാം. പിന്നെ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. ഡെലിവറി ഉണ്ട്. ഓൾ ഇന്ത്യ. ഓൾ ഇന്ത്യ. ആർക്കും പെർഫ്യൂം വേണമെങ്കിൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണ്ട, നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും. ഓക്കെ. ഈ കാണുന്ന ഐറ്റം മൊത്തം ഈ ഗിഫ്റ്റ് ബോക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആർക്കും കൊടുക്കണമെങ്കിൽ ഇങ്ങനത്തെ ബോക്സിൽ ഇവർ ഇവിടുന്ന് സെറ്റിൽ ചെയ്ത് തരും. അങ്ങനെ ഈ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എടുത്തിട്ട് സാധാ ആണല്ലേ? ഇതിപ്പോൾ ഏകദേശം റെഡി ആയോ? 5 മിനിറ്റ്സിനുള്ളിൽ ഇത് റെഡിയായി. ഓക്കെ. ഇതിപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇനി ഇതിപ്പോ ഞാൻ ബോട്ടിൽ ഫില്ല് ചെയ്യാണ്, പെർഫ്യൂം ഫില്ല് ചെയ്യാണ്. ഓക്കെ. എന്നിട്ട് ഇത് പെർഫ്യൂം ആയിട്ട് വരുമോ? ഇത് പെർഫ്യൂമായി ഇനിയിപ്പോ ഒരു 2 days മെച്ചുറേഷൻ ആണല്ലേ? 2 days ഒരു ഫ്രിഡ്ജിൽ എന്ത് ചെയ്യാ, ഒരു 2 days വെക്കാം. ഇതിന്റെ മാക്സിമം ഒരു പെർഫോമൻസ് കിട്ടും. ലാസ്റ്റിംഗ് ആയാലും പ്രൊജക്ഷൻ ആയാലും എല്ലാം കിട്ടും. അതെ, ഇപ്പൊ നമ്മള് ജസ്റ്റ് ഒരു 5 minutes കൊണ്ട് ഉണ്ടാക്കിയതല്ല. അപ്പൊ 2 days ഒന്നും കൂടി അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരും. ഓക്കെ ഗൈസ്, അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇതൊരു 2 days സ്പെൻഡ് ചെയ്താലേ ഇതിന്റെ ഒരു യഥാർത്ഥ സ്മെല്ലും യഥാർത്ഥ ഒരു പെർഫ്യൂമിന്റെ രൂപത്തിലേക്ക് ആവുള്ളൂ. ഗൈസ് അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മൾ ഒരു ഇക്കായി ഇവിടെ നിൽക്കുന്നുണ്ട്. പേരെന്താ? നിഷാദ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ഉഷാറാണ്. ഓക്കെ, ഹാപ്പിയാണ്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഈ സൈഡിലുള്ള കാര്യങ്ങൾ എങ്ങനെ? ഈ സൈഡിൽ ബഹൂറുകൾ ഉണ്ടാക്കി വെച്ച ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. ഓക്കെ. ഇതൊക്കെ ഇവിടുന്ന് തന്നെയാണോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആണോ? ഇതൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കണം ആണ്. ഒക്കെ സ്പെഷ്യൽ ഇവിടുന്ന് തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഓക്കെ ഗൈസ്, പിന്നെ ഈ ഉസ്താദുമാരൊക്കെ ഇടുന്നേറ്റാൽ ഷാളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ കുത്തുബൊക്കെ ചെല്ലുമ്പോഴുള്ള ഷാളല്ലേ? ആണല്ലേ ഗൈസ്? അറബികളാണ് മൊത്തത് കൊണ്ടുപോകല്. അപ്പോൾ അറബികൾക്കാണ് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഷാള് ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പെർഫ്യൂം ആണെങ്കിലും ഇവിടേക്ക് വന്നാലും ഇവർ ചെയ്തു തരും. പിന്നെ ഇനി നമ്മൾ സാധാ മോഡൽ പ്രാങ്ക് വീഡിയോസിലേക്ക് നേരെ കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ വരുന്നത്. മൊത്തം വെറൈറ്റി ആണ്, മൊത്തം സ്പെഷ്യൽ, ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ എന്നെ കണ്ടില്ല. അപ്പോൾ ഇതുവരെ കാര്യങ്ങളൊക്കെ ഇവിടുന്നാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ്? ആണല്ലേ? അപ്പോൾ നമ്മളെ ഈ യൂട്യൂബ് ചാനൽ പറഞ്ഞു വരികയെന്ന് വെച്ചാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ പെരുന്നാളിനോ വിഷു ഓണം എന്തിനു വന്നാലും ഫുൾ ഹാപ്പിയാണ്. എല്ലാ കസ്റ്റമേഴ്സും ഹാപ്പി ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ഗൈസ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി നമ്മൾ സാധാ മോഡൽ പ്രാങ്ക് വീഡിയോസിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അടിപൊളി പ്രാങ്കാണ്, വിഷയമാണ്. അപ്പോൾ ഫുള്ള് സ്പെഷ്യലായിരിക്കും. ഓക്കെ. അപ്പോൾ നേരെ വീഡിയോസിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഓക്കെ ഗൈസ്. ഹലോ ഗൈസ്, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഓക്കെ. ഇടുന്ന അത്രയൊക്കെ എടുത്ത് ആണ് എൻ്റെ മോൻ ആ കട. ഓക്കെ. അപ്പോൾ ഞാൻ അവിടുത്തെ വീഡിയോ സ്പെഷ്യലായിട്ട് ഇന്നത്തെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. ഹാപ്പി അല്ലേ? പേരെന്താ? അജോദ്. ലിയാൻ. ഒരായി പറഞ്ഞോ.
ഹായ് ഗൈസ്. ഹായ് ബ്രോ, ഹൗ ആർ യു? ഓക്കെ, പെരുന്നാളായിട്ട് അങ്ങോട്ട് പോയില്ലേ? പെരുന്നാളായിട്ട് പിന്നെ പോകണ്ട്. പോയി. എവിടെയൊക്കെ പോയി? പെരുന്നാളായിട്ട് ഞങ്ങള് എന്താ പറയാ, ഏഷ്യയിലെ നമ്പർ 1 ബീച്ചില്ലേ, മുഴപ്പിലങ്ങാടി ആണ്. ഈ ട്രെയിൻ ആരെ ഓടിച്ച്? ട്രെയിൻ ഓടിച്ചത് ഇതാണ് ലോക്കൽ പൈലറ്റ്. ലോക്കൽ പൈലറ്റ്. ഓക്കെ, ആ പൈലറ്റിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എന്ത് പറയാന്, അയാൾ അങ്ങ് മുന്നിലല്ലേ, ഞാൻ ബാക്കിലായിരുന്നു. ആണല്ലേ? ഓക്കെ, ഈ ട്രെയിൻ ഓടിക്കാൻ നിങ്ങൾക്ക് ചാൻസ് കിട്ടിയാൽ നിങ്ങൾ എയിലൊക്കെ ഓടിച്ച് കളിക്കും? എനിക്ക് ഫ്ലൈറ്റ് ഓടിക്കാനാണ്. ഫ്ലൈറ്റ് ഓടിക്കാനുള്ള ചാൻസ് കിട്ടിയാൽ എയിലൊക്കെ ഓടിക്കും? ഇതിലേക്ക് ഓടിക്കുന്നു. യെസ്. ഞാൻ യു എസിലേക്ക് നേരെ ഒറ്റയടിക്കുവോ? മോനെ കുത്തികള്. ഓക്കെ, അതാണ് കഴിവ്. ഓക്കെ, അപ്പോൾ ഓടിക്കാനുള്ള ഫസ്റ്റ് ഗിയർ എങ്ങോട്ടെന്ന് അറിയോ? ഫസ്റ്റ് ഗിയർ അറിയില്ല, ഇപ്പൊ കാറിന്റെ അറിയാം. ആണല്ലേ? ഓക്കെ, ഹാപ്പി അല്ലേ? ആണല്ലേ? മോനെ അടിപൊളിയാട്ടോ. ഒരു ആയി പറഞ്ഞോളൂ. ജസ്റ്റ് ഒരു ഫ്രാങ്ക് ആയിരുന്നു കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഗൈസ്, ഇവിടെയാണ് അടുത്ത പരിപാടി. ഓക്കെ, കൺമശിയൊക്കെ ഇട്ടിട്ട് ഇവിടെ എന്താ പരിപാടി? സുറുമ ആണ്. കൺമശി ഗൈസ് ആണ്. ഓക്കെ, ആണല്ലേ ഗൈസ്? നിങ്ങൾ ഇങ്ങനെ കൺമശി ഇങ്ങനെ ഇടാൻ പറ്റുമോ? സുറുമയാണ്. അപ്പൊ ഈ സുറുമയെ കുറിച്ചിട്ട് ഈ ഒരു പാട്ടിടാൻ പറ്റുമോ നിങ്ങൾക്ക്? ആണ്. നിങ്ങൾക്ക് ഈ ട്രെയിനൊക്കെ ഓടിക്കാൻ അറിയാം? നിങ്ങൾക്ക് ട്രെയിൻ ഓടിക്കാനുള്ള ചാൻസ് കിട്ടിയാൽ നിങ്ങൾ ഇതിലേക്ക് ഓടിക്കും? ആണ്. ഇതിലേക്ക് ഓടിക്കാനാ പ്ലാന്? ആണ്. നിങ്ങൾക്ക് ഇതിലേക്ക് ഓടിക്കാനുള്ള ഒരു പ്ലാനാണ് ഉള്ളത്? ആണ്. മോനെ പൊളിക്കില്ല നിങ്ങള്. ഓക്കെ. ഹലോ ഗൈസ്. യെസ്, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാ. ഹാപ്പി ആണോ? ഓക്കെ. ഈ ട്രെയിനിൽ നിങ്ങൾ കയറിയിട്ടോ? ഈ ട്രെയിനിൽ ബാൽക്കണിയിൽ നിങ്ങൾ ഇരുന്നോ? അപ്പോൾ എന്തെങ്കിലും പുറത്തേക്ക് എന്തെങ്കിലും കാഴ്ച കാണലുണ്ടോ? ആ, അതൊന്ന് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ വേണ്ടി പറ്റുമോ? യെസ്. പലരും പല രീതിയിലുള്ളവരാണ്, അതുപോലുള്ള കാഴ്ചകളുമാണ്. ആണ്. ഹാപ്പിയാണ്. ഓക്കെ. അങ്ങനെയാന്ന് വെച്ചാൽ ഈ വരുന്ന ഈ ട്രെയിനുകളൊക്കെ എവിടുന്നാ വരുന്നത് അറിയോ? ചിലപ്പോ. ആണല്ലേ? ഓക്കെ. ഈ ഒരു ടാറ്റ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തോടൊക്കെ പോകുന്നുണ്ട്. ആ തോട്ടിൻ്റെ ഉള്ളിൽ കൂടെ മീൻ പിടിച്ചിട്ടുള്ള കറി വെച്ചിട്ടുള്ള കറിയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? 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 അല്ല. ആ മീനിന് ചിലപ്പോൾ ചൂണ്ടലിട്ടിട്ട് ആ ട്രെയിനിനെ നിന്ന് പോയാൽ ആ ട്രെയിനിൻ്റെ ഒരു ഉത്തരവാദി നിങ്ങളായി മാറും. അപ്പോൾ ചിലപ്പോൾ ഓൺ അടിക്കാൻ പറ്റാത്ത ട്രെയിനായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് നിർത്തിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നിങ്ങൾ ആ ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങുമോ? ഇറങ്ങുമോ? പറയൂ. ഇറങ്ങുമോ? അല്ല, നിങ്ങൾ ചാടി ഇറങ്ങുമല്ലേ? ചാടി ഇറങ്ങുമോ? ഇറങ്ങൂല ഗൈസ്. ഇവർ ചാടി ഇറങ്ങൂല. അതെന്താ ചാടി ഇറങ്ങാത്ത? നിങ്ങൾ ചാടി ഇറങ്ങിയില്ലെങ്കിൽ ആ ട്രെയിൻ വലിയൊരു ആപത്തിലേക്കാണ് നീങ്ങുന്നത്. ഹായ് മച്ച. ഹായ്. ഞാനേ ഒരു ട്രിപ്പ് അറിയോ? ട്രിപ്പിംഗ് അറിയില്ല? ഞാനൊരു ട്രിപ്പ് ചെയ്യുന്നുണ്ട്, ഒരു സ്പോൺസറായി കൂട്ടിക്കോ. അപ്പോൾ ഈ ബോംബെ വഴിയിട്ട് ഒരു ട്രെയിൻ കടന്നു വരുന്നുണ്ട്. ആ ട്രെയിനിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ പേരെന്താ? ശുവാൻ. അപ്പോൾ ആ ട്രെയിനിൽ ചിലപ്പോൾ ഓൺ അടിക്കുന്ന സ്ഥലത്തായിരിക്കും നിങ്ങളെ ഇരിക്കാൻ പറ്റുക. പക്ഷെ നിങ്ങൾക്ക് ഓൺ അടിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് അവിടേക്ക് എത്തണമെങ്കിൽ ഇതിൻ്റെ ഒരു അനുവാദം വേണം. അപ്പോൾ ഇന്നറിയോ? അറിയില്ല ഗൈസ്, നമ്മളറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ? എവിടെയൊക്കെ യാത്ര പോകലുണ്ട്? കൊച്ചി, ബാംഗ്ലൂർ. ഓക്കെ. ഈ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ നിങ്ങൾ ട്രെയിനിൻ്റെ ഏത് ഭാഗത്താണ് ഇരിക്കൽ? ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ നിങ്ങൾക്ക് ബാൽക്കണിയിൽ നിങ്ങൾ ഈ ട്രെയിനിൻ്റെ പുറത്തേക്കുള്ള കാഴ്ചയിൽ വേറെ എന്തെങ്കിലും വലുതായിട്ട് എന്തെങ്കിലും നല്ല മോഡലിൽ കാഴ്ചകളൊക്കെ കാണാൻ പറ്റലുണ്ടോ? എന്തൊക്കെയാ പറ്റല്? മൃഗങ്ങളെ കാണാൻ പറ്റും. പെണ്ണുങ്ങളെ? മൃഗങ്ങളെ. ഓക്കെ, അത് കാണല്ലേ? ഓക്കെ. അപ്പോൾ ഏതൊക്കെ മൃഗങ്ങളെ നിങ്ങൾ കാണലുണ്ട്? ഓക്കെ. ഈ മൃഗത്തിൻ്റെ അടുവിൽ ഈ ഒരു ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള സംഭവം ഇതുവരെ കണ്ടില്ല? തീരെ കണ്ടില്ല. അപ്പോൾ നമ്മളെ ഈ ബ്രാൻഡ് എന്ന് വെച്ചാൽ ഈ ഒരു കോഴിക്കോട് മാത്രമല്ല, ഈ ജില്ല മൊത്തം നമ്മൾ ഇങ്ങനെ യാത്ര കൊണ്ടുപോകും. അപ്പോൾ പഠിക്കുകയാണോ? ഓക്കെ. എന്താ പഠിക്കുന്നത്? 10th. അപ്പോൾ ഈ യാത്രയിൽ ചിലപ്പോൾ നിനക്ക് ഈ ട്രെയിനിൻ്റെ സൈഡിലായിരിക്കും സീറ്റ് വരുന്നത്. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആവുമോ? ഗൈസ്, ഇന്ന് ഞാൻ ഇപ്പോൾ മാനാഞ്ചിറയിലുള്ളത്. ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ അവിടെ പോയിട്ട് ഫസ്റ്റ് തുടങ്ങാം. അവിടെ 2 കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരു ടീമൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ പോയേക്കാം. ഹായ് ഗൈസ്.
തിരക്കിലാണോ? അല്ലല്ല തിരക്കിലല്ല. എന്തേ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നു. എന്ത് വേണേ ചോദിച്ചു, അവിടെ ഒരു വിഷയമുള്ള കാര്യമല്ല. ആണോ? 100 കാര്യം തീർച്ചയായിട്ടും. ആണോ? ഹാപ്പിയാ? ഫുള്ള് ഹാപ്പി. ഞാൻ ഹാപ്പിയാണ്. എന്റെ ഹാപ്പിയാണ് ഞങ്ങൾക്കറിയില്ല. ഹാപ്പിയല്ലേ? സെറ്റല്ലേ? ഹാപ്പി അല്ലാത്തൊരു ചൂടാണ് പ്രശ്നം. ആണല്ലേ? എന്റെയും പ്രശ്നം തന്നെ. ആണല്ലേ? എന്റെയും പ്രശ്നം ചൂടാണ്. നിങ്ങളതോ? അതെ, മെയിനായിട്ട് നമുക്കുള്ള പ്രശ്നമാണ് ചൂടാണ്. ഒരു 5 മണി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് ഫ്രീ ആകാൻ പറ്റും. ഈ കാര്യം ആലോചിക്കുമ്പോൾ നേരെ അബുദാബി തന്നെ പോകാൻ തോന്നുന്നു. ഞങ്ങൾ പ്രവാസികളല്ലേ? എവിടെ പോയി കഴിഞ്ഞാൽ അവിടെ AC അല്ലേ? ആണോ? ഇപ്പൊ അവിടെ ചൂടാണെങ്കിൽ നമ്മൾ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ അവിടെ AC ആണ്. വേറെ എവിടെയൊക്കെ പാർക്കിൽ കയറി കഴിഞ്ഞാൽ അവിടെ AC കാര്യങ്ങളും സെറ്റപ്പ്. പിന്നെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. ആണല്ലേ? ഓക്കെ. അപ്പോ ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. പറഞ്ഞ ബ്രോ ചോദിച്ചു പെരുന്നാളൊക്കെ അല്ലേ ഇനിയോ? നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിനോ? ഞങ്ങൾ മെയിനായിട്ട് വന്നിട്ട് ആണല്ലേ? മെയിൻ ഫേവറേറ്റ് ഞാൻ ഒരു ഇക്കിളി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഉണ്ട്. ഇക്കിളി. ഞങ്ങൾ അതിനെക്കാട്ടി കിക്കിളിയാണ്. അല്ല, നമ്മളൊരു ഇക്കിളി എന്ന് പറഞ്ഞ ബ്രാൻഡ് വെച്ചിട്ട് നമ്മളൊരു യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നല്ല കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ ട്രിപ്പ് പോവാൻ ഏറ്റവും വലിയ വൈബാണ് ട്രിപ്പ് പോകണത്. ആണല്ലേ? ഭയങ്കര ഇഷ്ടമുള്ളത്. അപ്പോൾ അടിപൊളി കാര്യമാണ് ട്രിപ്പിൻ്റെത് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ലൈഫിൽ ഏറ്റവും ആഗ്രഹമുള്ള ഒരു സംഭവമാണ് ട്രിപ്പ്. ഞങ്ങൾ ഫുൾ എൻജോയ്മെന്റ് ആണ്. ആണല്ലേ? ഞങ്ങൾ അബുദാബിയിൽ അവിടെയും ടൈം ഞങ്ങൾ വെറുതെ കറങ്ങാൻ വേണ്ടി പോണം, പണിയൊന്നും എടുക്കൂല? അല്ലല്ല, ജോലിയാണ്. പക്ഷെ എന്നാലും കൂടെ ഇതിൽ ഞങ്ങൾ കണ്ടു. ആണല്ലേ? ഒരു ടൈം ഞങ്ങൾ കറങ്ങാനായിട്ട് മൊത്തത്തില് ഒരു കോസ്റ്റ്യൂമില് ഓക്കെ ആണല്ലേ? പുതിയ മോഡലാണ്. ഇതെന്താ തുണിയാണോ? തുണിയാണല്ലേ? ഒന്നും ഇങ്ങോട്ട് വരുമോ നോക്കട്ടെ. ഇപ്പൊ ഇറങ്ങിയ മോഡൽ ആണല്ലേ? ഓക്കെ. ഇതെങ്ങനെ ഇതിന്റെ തുണി എങ്ങനെ കാര്യങ്ങളൊക്കെ? ഇത് നമുക്ക് അങ്ങനെ എല്ലാവർക്കും കിട്ടൂല. ആണ് ഇത് വിക്രമന്റെ. ഇതിപ്പോ വിക്രമന്റെ 2 ദിവസമായിട്ടുള്ളത്. കണ്ടോ തുണിയാണിത്? കണ്ടോ പാന്റാന്ന് വിചാരിക്ക. ഈ ഗോവന്നൊക്കെ വരുന്ന മോഡലേ. അടിപൊളി സെറ്റ് ആയില്ലേ? അതെ. ഈ പെരുന്നാള് വിക്രമിന്റെ കൂടെ ഞങ്ങള്. ആണല്ലേ? ഒഫീഷ്യലി പുതിയ പടത്തിൽ ഒരു ഓഡിയോ ലഞ്ചിന് വന്നിരുന്നു. ബ്ലാക്ക് ഷർട്ടും മാക്സിമം ശ്രമിച്ചു. ആണല്ലേ? ഓക്കെ. എന്നാ നമുക്ക് ഇക്ലി എന്ന് പറഞ്ഞ ബ്രാൻഡിനെ സംസാരിക്കില്ലേ? ഇക്ലി ആവൂലല്ലേ? ഇല്ല, ഇക്ലി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അതില് വലിയ ബ്രാൻഡാണ്. യജമാൻ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടാളാണ് യജമാന്. ഓക്കെ. ഇത് നിങ്ങള് ഒരു എന്നാല് അത് വേണ്ടെന്ന് വെക്കാം. നമുക്ക് ഇക്ലിനെ കുറിച്ച് സംസാരിക്കാം. ഇക്ലി എന്ന് വെച്ചാല് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര. പക്ഷെ അതെല്ലാരും പോണതാണ്. നിങ്ങൾ പോയതല്ലേ? അതെ. നമുക്ക് അവിടെ വേണ്ട, വേറെ എവിടെ പിടിക്കാം. നിങ്ങൾക്ക് പറഞ്ഞോളൂ എവിടെയൊക്കെയാണ് സ്ഥലങ്ങൾ? ആണ് ഞങ്ങളങ്ങോട്ട്. ഓക്കെ. മാനാഞ്ചിറിനെ കുറിച്ച് എന്താ സംസാരിക്കാനുള്ളത്? മാനാഞ്ചിറ എന്ന് പറഞ്ഞാല് അടിപൊളി സ്ഥലമാണ്. ആണ്. ഓക്കെ. എപ്പോഴും നമ്മൾ ഇഷ്ടം പോലെ എല്ലാവരും മൊത്തത്തിൽ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ട്രിപ്പ് പോകുമ്പോ എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും നല്ല ഛർദിക്കോ? ഇവന്റത് ട്രിപ്പ് മൊത്തത്തിൽ സീനാട്ടോ? അല്ലല്ല, ഒരു സീനില്ല. കാരണം ഇവന്റെ ഞാൻ പറയാം, ഇപ്പൊ ടൂറ് പോയി ഏൽപ്പിക്കും, അതായത് ഉറപ്പിക്കും, നമുക്ക് ഇങ്ങനെ പോകണം അങ്ങനെ പോകണം. ലാസ്റ്റ് ഇപ്പം വരുമ്പോ പോക്കറ്റ് കാലാക്കി വരും. ഇവന്റെ കൈകാര്യങ്ങൾ മൊത്തം ഞാൻ ചെയ്യേണ്ടി. ആണല്ലേ? അപ്പൊ നല്ല ഓസിന്റെ ആളാണ്. അതിനെക്കാളും വലിയ ഓസിയാണിത്. ആണോ? അല്ല, അത് മറ്റേ നിങ്ങൾക്ക് പറയാം ആരത് തോന്നണം, നിങ്ങൾക്ക് ആരാണ് തോന്നുന്നത്. ഒന്നും പോട്ടെ, നിങ്ങളെ ഞാൻ ട്രിപ്പ് കൊണ്ടുപോകണില്ല. പോരെ? ആണോ? ഇത്ര നേരം സംസാരിച്ച് നമ്മൾ വെറുതെ ആണോ? ഓക്കെ. എന്നാല് ഞാൻ ജസ്റ്റ് നിങ്ങള് വേറൊരു കാര്യം ചോദിക്കട്ടെ. ജസ്റ്റ് ഒരു കണക്ക് ചോദിക്കും. ഓക്കെ അല്ലേ? നിങ്ങളോടൊരു കണക്ക്. ഓക്കെ. അതിലാവും ചിലപ്പോൾ കൊണ്ടുവരും. ഓക്കെ. 777 + 333 എത്രയാണ്? നിങ്ങളോട് വേറെ 1003. ഓക്കെ. പേരെന്താ? ഷഫീഖ്. സംഭവം റോങ് ആൻസർ ആണ്. കുഴപ്പമില്ല. ആണല്ലേ? ലൈഫ് തന്നെ റോങ് ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങളോട് വേറെ ഒന്ന്. ഓക്കെ. 2090 + 10 3000. ഓക്കെ. പേരെന്താ? ഹലോ ഗൈസ്, നിങ്ങൾ ട്രെയിനിലാണ് വന്ന്? അല്ല, നിങ്ങൾക്ക് ട്രെയിൻ ഓടിക്കാനുള്ള ചാൻസ് കിട്ടിയാൽ നിങ്ങൾ അതിലൊക്കെ ഓടിക്കും?
ഏതിലേക്ക് ഓടിക്കും പറയൂ. വെമ്പാലത്തിൽ കൂടെ ഓടിക്കാനാവും ആണല്ലേ? ശരിക്കും മാനത്തൂടെ ഓടിക്കാൻ പറ്റുമോ? തന്നെ പാടത്തൂടെ വരമ്പത്തൂടെ ഒക്കെ പറ്റുമോ? ഓടിക്കാം. ആണല്ലേ? ഓക്കെ, ഹാപ്പിയാണ്. ഓക്കെ, ഈ കറി വെക്കാൻ അറിയോ? ഓക്കെ, ഈ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള കറി വെക്കൽ അറിയോ? അതറിയില്ല, ഒന്നും അറിയില്ലല്ലേ? പേരെന്താ? നിഹാൽ. ഞാൻ ഈ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാ. നിങ്ങൾക്ക് ഈ ബസ്സിലല്ലേ കയറാൻ പോണേ? അപ്പോൾ നിങ്ങൾ ട്രെയിനിലൊക്കെ കയറിയിട്ട് നിങ്ങൾ ബാക്കിൽ സീറ്റിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ട്രെയിൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പായി പോകും. ആ സ്റ്റോപ്പ് ആവണേൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ആണ്. ഓക്കെ, അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ഈ നീക്കങ്ങൾ നിങ്ങൾ വല്ലതും ആഗ്രഹിക്കുന്നുണ്ടോ? ഈ എങ്ങനെയാ വെച്ചാൽ ഈ ട്രെയിനിൻ്റെ ഈ പോക്കും വരവും ചിലപ്പോൾ എങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോകുമല്ലോ. ഈ ബസ് തന്നെ വരുന്നത് കണ്ടില്ല, എങ്ങനെയാണ് വരുന്നത്? നേരല്ലേ? ഓക്കെ, നേരെ പോയത്. അപ്പോൾ ഹാപ്പിയാണ്. ഓക്കെ ഗായ്സ്, ഞാനിപ്പോൾ ഇന്റർസെപ്റ്ററിന്റെ പോകല. ഓക്കെ ഗായ്സ്, എൻ്റെ ഡ്രീം ബൈക്കാ ഗായ്സ്. എൻ്റെ ഡ്രീം വെച്ചാൽ ഡ്രീം പൊട്ടുന്ന സാധനം കണ്ടോ? വൃത്തി, പക്ക വൃത്തി സാധനം. നമ്മളെ ബ്രോ ആണ്, അപ്പോൾ ഒന്ന് ഓടിക്കാൻ റൗണ്ട് വരെ സീറ്റ് തന്ന്. ഓക്കെ, ഇത് പിടിച്ചോ. ഓക്കെ, പാലത്തിന്റെ അടി കൂടെ എടുത്തോ. 8 മാസമായി. ഗായ്സ്, എൻ്റെ ഡ്രീം ബൈക്കാണ്. അതുകൊണ്ട് ഒരു റൗണ്ട് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളെ കൈമ ഇല്ലായിട്ടാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ എന്തായാലും ആ സാധനം എടുക്കും. അപ്പോൾ ആകുമ്പാടെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇട്ടതാണ്. അപ്പോൾ അടിപൊളി പ്രാങ്ക് വീഡിയോസാണ് വിചാരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം ഞാൻ പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ളൊരു തമാശയാണ്. ഞാൻ ജസ്റ്റ് ഒരു പ്രാങ്ക് ചെയ്താ കേട്ടോ. അനസ് വ്ലോഗ് 21 ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ചോറ് വെക്കാനൊക്കെ മെല്ലെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഒരായി പറഞ്ഞു, നല്ലൊരായി പറഞ്ഞു. ജസ്റ്റ് ഒരു പ്രാങ്ക് ചെയ്താ കേട്ടോ. ഹാപ്പി അല്ലേ? ഓക്കെ, യൂട്യൂബ് ചാനലായിരുന്നു അനസ് വ്ലോഗ് 21. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളൊരു പാട്ട് പാടണം. യെസ്, ഒരു പാട്ട് പാടിക്കും. ഇല്ല, പാട്ട് പാടില്ല ഓള്? ഓക്കെ, പാടില്ല. എന്നാൽ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ, ജസ്റ്റ് ഒരു പ്രാങ്ക് ചെയ്താ കേട്ടോ. ഹാപ്പി അല്ലേ? ഒരായി പറഞ്ഞു. ജസ്റ്റ് ഒരു പ്രാങ്ക് ഷോ എടുത്തതാ കേട്ടോ. അനസ് വ്ലോഗ് 21 ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഒരായി പറഞ്ഞു. ഇക്ലി എന്ന് പറഞ്ഞ ബ്രാൻഡ് സംഭവം ഇല്ല, ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒരു പ്രാങ്ക് ചെയ്തതാണ്. ഞങ്ങൾ ആക്കിയതാണ്. ചതിയായി പോയല്ലോ. അപ്പോൾ അതെ അതെ. അപ്പോൾ ഒരു ഹായ് പറഞ്ഞോളൂ. ആയിക്കോട്ടെ, ഹായ് ഇക്ലി. ഓക്കെ, ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനലാണ് അനസ് വ്ലോഗ് 21. ഹാപ്പി അല്ലേ? വളരെ സന്തോഷം. എന്താ ബ്രോന്റെ പേരെന്താ പറഞ്ഞു? അനസ്. മനസ്സിലായി. ഓക്കെ, ഇനി ഒരുപാട് ഉയരത്തിലെത്തണം. ഓക്കെ, കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇനി തുറന്ന് പറയാൻ പോവാണ്. സംഭവം ഒരു ജസ്റ്റ് ഒരു പ്രാങ്ക് ചെയ്താ കേട്ടോ. ഹാപ്പി അല്ലേ? ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനലാണ് അനസ് വ്ലോഗ് 21. ഒരു ജസ്റ്റ് ഒരു പ്രാങ്ക് ചെയ്താ കേട്ടോ. ഓക്കെ, ഹാപ്പി അല്ലേ? അപ്പോൾ ഒരു ആയി പറഞ്ഞു. ഒരു യൂട്യൂബ് ചാനൽ അനസ് വ്ലോഗ് 21. ഓക്കെ, ബൈ. ഒരു ആയി പറഞ്ഞു. ജസ്റ്റ് ഒരു പ്രാങ്ക് ചെയ്താ. ഓക്കെ, ഹലോ ഗൈസ്, അപ്പോൾ ഇത്ര തന്നെ ഇന്നത്തെ പ്രാങ്ക് വീഡിയോസ് ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊരു പല മോഡലായിട്ടാണ് പ്രാങ്ക് ചെയ്തത്. ട്രെയിനിൻ്റെ ഒരു പ്രാങ്ക് ഉണ്ട്, ഫുൾ ഒരു പ്രാങ്കാണ്, ഒരു ഫേക്ക് പ്രാങ്കാണ്. അപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. അപ്പോൾ ഫുള്ളൊരു പ്രാങ്കായിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ അടിപൊളി പ്രാങ്ക് വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്. ഓക്കെ, ബൈ.